ഞാനിപ്പോഴുള്ളത് ചിത്തോർഗ ഫോർട്ടിലാണ്. പകൽ സമയത്ത് ഈ കോട്ട കാണുമ്പോൾ സാധാരണ കോട്ടയോ കൊട്ടാരം പോലെയോ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ഇവിടെയുള്ള ഓരോ കഥകൾക്കും ജീവനുള്ളതുപോലെ നമുക്ക് തോന്നിയേക്കാം. ഈ കോട്ടയിൽ നിന്ന് ഇറങ്ങി നടന്നത് തൻ്റെ ജീവന് ആത്മാഭിമാനത്തെക്കാൾ വിലയുണ്ട് എന്ന് സ്ത്രീയെ പഠിപ്പിച്ചിട്ടുള്ള റാണി പത്മിനിയും ആ പത്മിനിയെ ഒരിക്കലെങ്കിലും പുൽകണം എന്ന് ആഗ്രഹിച്ചിരുന്ന വിപ്ലവ സൂര്യൻ അലാവുദ്ദീൻ ഖിൽജിയുടെ നടക്കാത്ത ആഗ്രഹങ്ങളുമായിരുന്നു. ഒരൊറ്റ കണ്ണാടി, ആ കണ്ണാടിയാണ് ഇവരുടെ എല്ലാം കഥകളെ മാറ്റിമറിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ചിത്തോർഗട്ടിൽ യുദ്ധം നടന്നത്. നിരന്തരമായി 8 മാസത്തോളം ഈ കോട്ടയെ ആക്രമിച്ചിട്ടും അവർക്ക് റാണി പത്മിനിയെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല എന്നാണ് കഥ പറയുന്നത്. അവസാനം അവരുടെ പരിചാരകരുമൊത്ത് ഏകദേശം 16,000 സ്ത്രീകളുമൊത്ത് റാണി പത്മിനി അവർ ജൗഹറിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നതാണ് കഥ പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ചിത്തോർഗഡ് കോട്ടയിലാണ്. നിങ്ങൾ വാ, നമുക്ക് ചിത്തോർഗഡ് കോട്ടയുടെ ത്രസിപ്പിക്കുന്ന വിശേഷങ്ങൾ പങ്കുവെക്കാം. ഒരു രാജ്യം, ഒരു രക്തചരിത്രം, ഒരു അജയ്യ ആത്മഗൗരവം. ഇത് ചിത്തോർഗ കോട്ടയുടെ കഥയാണ്. 700 വർഷങ്ങൾക്ക് മുമ്പ് രക്തം, അഭിമാനം, യുദ്ധം, ജൗഹർ ഇവയെല്ലാം താങ്ങി നിന്നിരുന്നത് ഇന്ത്യയിലെ ഈ ഒരു വലിയ കോട്ടയിൽ. ഇവിടെ ഓരോ കല്ലിലും രാജാവിൻ്റെ ഒരു പ്രതിജ്ഞയുണ്ട്. ഓരോ മതിലിലും ഒരു യോദ്ധാവിൻ്റെ ശബ്ദമുണ്ട്. ഓരോ മന്ദിരത്തിലും ഒരു രാജപുത്രിയുടെ തീപ്പൊരിക്കഥയുണ്ട്. പത്മിനിയുടെ ധൈര്യവും രത്തൻ സിംഗിന്റെ അഭിമാനവും അലാവുദ്ദീൻ ഖിൽജിയുടെ അധിനിവേശവും ചരിത്രത്തെ വിറപ്പിച്ച തീപ്പാറുന്ന ഭൂമി. നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു വിനോദസഞ്ചാര സ്ഥലമല്ല, ഒരു സാമ്രാജ്യത്തിൻ്റെ ഹൃദയമിടിപ്പാണ്. ഇതാ ഇന്ത്യയെ മാറ്റിയെഴുതിയ ചിത്തോർഗക്കാരുടെ കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. 3 ഭാഗങ്ങളിലായിട്ടാണ് ഈ കോട്ടയെ ഞാൻ ചിത്രീകരിച്ചിട്ടുള്ളത്. കാരണം 12 കിലോമീറ്ററിൽ ചുറ്റി 7 കിലോമീറ്ററോളം കോട്ട തന്നെയുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൽ അവസാനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ 3 പാർട്ടുകളും നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് തുടങ്ങുന്നത്. ഈ കാണുന്ന ഇത്തരത്തിലുള്ള 7 കൂറ്റൻ കവാടങ്ങളാണ് ഈ കോട്ടയ്ക്കുള്ളത്. ഹിന്ദു ദൈവങ്ങളുടെ പേരാണ് ഇവയ്ക്കെല്ലാം. ഗണേഷ് പോൾ, ലക്ഷ്മൺ പോൾ, ഹനുമാൻ പോൾ, റാം പോൾ, അങ്ങനെ തുടങ്ങുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്ന്. ചരിത്രത്തിൽ പ്രശസ്തമായ പത്മാവതി അല്ലെങ്കിൽ പത്മിനിയുടെ ജീവത്യാഗത്തിന് സാക്ഷിയായി എന്ന് വിശ്വസിക്കപ്പെടുന്ന കോട്ട. 692 ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ കോട്ട 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ ആണ് നിർമ്മിക്കപ്പെട്ടത്. ചിത്രകൂട്, അതായത് ഇന്നത്തെ ചിറ്റോർ, ഭരിച്ചിരുന്ന ചിത്രംഗട മൗര്യ ആണ് ഉണ്ടാക്കിയത് എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ചിത്തോർ എന്ന പേര് വന്നതും അദ്ദേഹത്തിൽ നിന്നാണത്രേ. പ്രവേശന ഭാഗത്തെത്തുമ്പോൾ ആദ്യം കാണുന്നത് ഭീമമായ ചിത്തകൂടൻ ഗേറ്റ്. ഒരിക്കൽ യുദ്ധകാലത്ത് ആനകളും കുതിരസേനകളും കടന്നുപോയ ഈ വഴി ഇന്ന് നിശബ്ദമായി നാം നടന്നു പോകുന്നു. ഗേറ്റിൻ്റെ ഇരുവശത്തും കല്ലിൽ കൊത്തിയിട്ട പഴയ ശില്പങ്ങളും ഇരുമ്പ് കൂർത്ത മുള്ളുകളും ഇന്നും അതേ ഉൾക്കിടലത്തോടെ നമുക്ക് കാണാൻ സാധിക്കും. ഗേറ്റ് കടന്ന് ഉയരമുള്ള ചെറിയ കയറ്റം പോലെ തോന്നുന്ന റോഡിലൂടെ നമുക്ക് കുറച്ച് മീറ്റർ നടക്കേണ്ടി വരും. ഇടതുവശത്ത് കല്ലുകൊണ്ടുള്ള സസ്യങ്ങളാൽ ചുറ്റപ്പെട്ട മതിലുകളും വലതുവശത്ത് കുതിരയാളികൾ ഒരിക്കൽ കാവലിരുന്നതായി പറയുന്ന ചെറിയ നിലങ്ങളും കാണാം. കാറ്റിൻ്റെ ശബ്ദം പോലും ഈ കൊടുമുടിയിലൂടെ ഒരു ചരിത്രത്തിൻ്റെ സ്പന്ദനമായി തോന്നും. ഇങ്ങനെ നേരെ മുന്നോട്ട് പോയാൽ നീലയായി അടയാളപ്പെടുത്തിയ വഴിയാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുന്നത്. സാധാരണയായി ഇവിടെ ചെറിയ തിരക്ക് കാണാം. പക്ഷേ ഓൺലൈൻ ടിക്കറ്റ് ഉള്ളവർക്ക് വലതുവശത്തു കൂടി പ്രത്യേക ലൈനുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ആ ചെറിയ കെട്ടിടത്തിൽ നിന്നാണ് ചിത്തോർഗ ഫോർട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇനി തുടങ്ങുകയാണ് നമ്മുടെ കോട്ട പര്യടനത്തിൻ്റെ യഥാർത്ഥ കഥകളും
പൗരാണികതയും വീരതയും നിറഞ്ഞ യഥാർത്ഥ യാത്ര. കോട്ടയിലെ ആദ്യത്തെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ് നമ്മളെ കാത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ചിത്തോർഗഡ് നഗരത്തിന്റെ മുഴുവൻ ദൃശ്യവും ഒരു വലിയ ചിത്രപ്പണി പോലെ തുറന്നു കാണിക്കുന്നു. കിലോമീറ്ററുകൾക്കകലെയുള്ള വീടുകളും പള്ളികളും ചെറിയ റോഡുകളും എല്ലാം ഒരേ ഫ്രെയിമിൽ ഒതുങ്ങുന്ന കാഴ്ച. ഒരിക്കൽ രാജാക്കന്മാർ ഈ ഉയരങ്ങളിൽ നിന്ന് അവരുടെ രാജ്യം നിരീക്ഷിച്ചിരുന്ന കാലത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തും. കാറ്റ് ശക്തമായി മുഖത്ത് ചൊരിയുമ്പോൾ ഈ കോട്ട എന്തുകൊണ്ട് അജയ്യമായിരുന്നു എന്ന് മനസ്സിലാകുന്നു. വ്യൂ പോയിന്റിന്റെ ആ അത്ഭുതകരമായ കാഴ്ചകൾ പിന്നിൽ വെച്ച് ഇനി നാം ചിത്തോർഗോട്ടയുടെ യഥാർത്ഥ അന്തർഭാഗത്തേക്ക് കയറുകയാണ്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ കാലത്തിന്റെ ഭാരമേറിയ കല്ലുകൾ ഓരോ ചുവടിലും ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കുതിരകളും യുദ്ധക്കളികളുമായി ഓടിയിരുന്ന ഈ പാത ഇന്ന് നമ്മുടെ കാലടികളാൽ മൃദുവായ ഒരു ശബ്ദമായി മാത്രം കേൾക്കുന്നു. ഇടതുവശത്ത് ഉയർന്ന മതിലുകളും വലതുവശത്ത് ആ പഴയ കാവൽ സ്ഥാനങ്ങളും ഈ കോട്ടയുടെ ദൈർഘ്യമേറിയ യുദ്ധചരിത്രത്തെ നമുക്ക് അനുഭവപ്പെടുത്തുന്നു. ഈ വൃത്താകൃതിയിലുള്ള സ്ഥലത്ത് നിന്നാണ് കോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം കുഴച്ച് പശരൂപത്തിൽ ഈ കോട്ടയുണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ടാങ്ക് പോലെ കാണുന്നത് അത് ഒരു ഖനിയായിരുന്നു. ഒരു കാലത്ത് വെള്ളി നാണയങ്ങളും അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങളും അവിടെ സൂക്ഷിച്ചതായും പറയപ്പെടുന്നു. മുന്നോട്ട് കുറച്ച് മീറ്റർ നടന്നു ചെല്ലുമ്പോൾ ആദ്യത്തെ വാതിൽക്കൽ നമ്മളെ അഭിമാനത്തോടെ കാത്തിരിക്കുകയാണ് കല്ലിൽ കൊത്തിയ വമ്പൻ ഗേറ്റ്. ഈ ഗേറ്റിലൂടെ കടന്നാൽ ആണ് ചിത്തോർഗഡിൻ്റെ അതിമനോഹരമായ കഥകളുടെ ലോകത്തേക്ക് ഔദ്യോഗികമായ പ്രവേശനം. കല്ലുകൊണ്ട് നിർമ്മിച്ച താഴ്ന്ന പ്ലാറ്റ്ഫോം പോലെയുള്ള ഈ സ്ഥലത്ത് യുദ്ധത്തിനായി സജ്ജമാക്കിയിരുന്ന കുതിരകൾ മണിക്കൂറുകളോളം കാത്തു നിന്നതായി പറയപ്പെടുന്നു. കുതിരകൾക്ക് കുടിവെള്ളവും ഭക്ഷണവും നൽകാൻ ചെറിയ കുഴികളും കയറുകളും കെട്ടിവെക്കാനായിരുന്ന ഇരുമ്പ് കൂടങ്ങളും അടയാളങ്ങൾ ഇന്നും ഈ പ്രദേശത്ത് കാണാം. ഹോഴ്സ് സ്റ്റാൻഡ് ഏരിയ കടന്ന് മുന്നോട്ട് നടന്നാൽ ഇരുവശത്തായി ചെറിയ കല്ലുമുറികൾ ശ്രദ്ധയിൽപ്പെടും. ഒരിക്കൽ ഇവിടെ തന്നെയാണ് കോട്ടയുടെ കാവൽക്കാരും സൈനികരും തങ്ങുകയും ആയുധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നത്. മണ്ണിന്റെ മണം നിറഞ്ഞ ഈ മുറികൾ ഇന്ന് ശൂന്യമായി തോന്നിയാലും ഒരിക്കൽ ഇവിടെ നിന്നാണ് ചിത്തോർഗഡിന്റെ സുരക്ഷ കാത്തിരുന്നത്. ഈ മുറികൾ പിന്നിട്ടാൽ വലതുവശത്ത് ഒരു ചെറിയ തുറന്ന ഭാഗം കാണാൻ സാധിക്കും. അതാണ് സൺ പ്രയർ പ്ലേസ്, അതായത് കോട്ടയിലെ പഴയ സൂര്യാരാധന നടത്തുന്ന സ്ഥലം. കല്ലുകൊണ്ട് പണിതിട്ടുള്ള ഒരു ചെറിയതും ഉയർന്നതുമായ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പൗരാണിക കാലത്ത് രാജകുടുംബാംഗങ്ങളും സൈനികരും സൂര്യദേവനെ ആരാധിച്ചത്. യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വിജയത്തിനായി സൂര്യനോട് പ്രാർത്ഥന നടത്തിയിരുന്നത് സാധാരണമായിരുന്നുവത്രേ. സൂര്യാരാധന നടന്നിരുന്ന ആ ചെറിയ പ്ലാറ്റ്ഫോം പിന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഇടതുവശത്ത് ഭൂമിക്കടിയിലേക്ക് പോകുന്ന ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒരിക്കൽ കോട്ടയുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് അഥവാ ഭീകരമായ യുദ്ധസമയങ്ങളിൽ ഭക്ഷണം, ധാന്യം, വെള്ളം, ചിലപ്പോൾ ആയുധങ്ങൾ പോലും സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന സ്ഥലം അത്രേ. പൂർണ്ണമായും കോട്ടയുടെ ആദ്യ ഭാഗങ്ങൾ സൈനികർക്കും രാജ്യസുരക്ഷയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ആയിരുന്നു. യുദ്ധത്തിൻ്റെയും ചതിച്ച് നേടിയതിൻ്റെയും ചരിത്രം ഇവിടെയാണ് തളം കെട്ടിക്കിടക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ തെക്കേ രാജസ്ഥാൻ ഭാഗം ഭരിച്ചിരുന്ന ഗുഹീല രാജവംശത്തിലെ രാജബപ്പ രവാൾ കോട്ട പിടിച്ചടക്കി. 1700-കളിൽ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് കീഴടക്കിയ അറബികളിൽ നിന്നാകാം ഇദ്ദേഹം കോട്ട കീഴടക്കിയത് എന്നും പറയപ്പെടുന്നു. ഇദ്ദേഹമാണ് മേവാർ രാജ്യം സ്ഥാപിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. 1303-ൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ആക്രമണം വരെ ഗുഹീല രാജവംശമായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. ചരിത്രത്തിൽ അദ്ദേഹത്തിന് രാജ രത്തൻ സിംഗ് എന്നായി നാമം മാറ്റി മറിക്കപ്പെടുകയും ചെയ്തു എന്നാണ് അധിക ചരിത്രകാരന്മാരുടെയും അഭിപ്രായം. 8 മാസം നീണ്ടുനിന്ന യുദ്ധത്തിലാണ് ഖിൽജി കോട്ട പിടിച്ചടക്കിയത്. 30,000 വരുന്ന ആളുകളെ ഖിൽജി കൂട്ടക്കൊല ചെയ്തു എന്നും അദ്ദേഹത്തിന്റെ തന്നെ സൂഫി വര്യനായിരുന്ന അമീർ ഖുസ്രു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും രത്തൻ സിംഗിന് അതിസുന്ദരിയായ പത്മിനി എന്ന പേരുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നതായും അവളെ സ്വതന്ത്രമാക്കാനാണ് ഖിൽജി യുദ്ധം ചെയ്തത് എന്നും പറയപ്പെടുന്നു. എന്നാൽ പത്മാവതിയും കൂടെ 16,000 സ്ത്രീകളും തീയിൽ ഇറങ്ങി ജീവത്യാഗം ചെയ്തു എന്നത് ഉത്തരാധുനിക ചരിത്രകാരന്മാരാരും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കോട്ടയ്ക്ക് മാത്രമായി 2 കിലോമീറ്ററിൽ കൂടുതൽ നീളമാണുള്ളത്. 180 മീറ്റർ ഉയരത്തിൽ കുന്നിൻ്റെ മുകളിലാണ് ഈ കോട്ടയുള്ളത്. ഒരു പക്ഷിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ മത്സ്യത്തെപ്പോലെയാണ് കോട്ട കാണപ്പെടുന്നതത്രേ. കോട്ടയുടെ അകത്ത് നിറയെ അത്ഭുതങ്ങളാണ്. ഏകദേശം 65ഓളം ചരിത്ര സ്മാരകങ്ങളാണ് ഇതിനുള്ളത്. ഇതിൽ 4 കൊട്ടാരങ്ങൾ, 19 പ്രധാന ക്ഷേത്രങ്ങൾ, ജലസംരക്ഷണത്തിനായി 20ഓളം നിർമ്മിതികൾ എന്നിവ ഉൾപ്പെടുന്നു.
ചിത്തോർഗ കോട്ടയ്ക്ക് 84 ജലസംരക്ഷണ നിർമ്മിതികളാൽ സമ്പന്നമായിരിക്കുന്നു. അതിൽ 22 എണ്ണം ഇപ്പോഴും നിലനിൽക്കുന്നു. മഴവെള്ളം, പ്രകൃതിദത്തമായ ഉറവകളിൽ നിന്നുള്ള ജലം, കുളങ്ങൾ, കിണറുകൾ, പടവ് കിണർ തുടങ്ങിയവയുടെ രൂപത്തിലാണ് ജലം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. വാട്ടർ ഫോർട്ട് എന്നും ഈ കോട്ട അറിയപ്പെടുന്നത് 40% ഭാഗം ജലസംരക്ഷണത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. 4 ബില്യൺ ലിറ്റർ ജലം ഒരേ സമയം ശേഖരിക്കാൻ കഴിയുമത്രേ. 50,000-ഓളം വരുന്ന ഭടന്മാർക്ക് 4 വർഷത്തോളം ജലക്ഷാമമില്ലാതെ താമസിക്കാനും ഈ കോട്ട പ്രാപ്തമാണ്. അണ്ടർഗ്രൗണ്ട് ഭാഗം പിന്നിട്ട് പുറത്തെത്തുമ്പോൾ നമുക്ക് ഈ തുറന്ന വലിയ സ്ഥലം കാണാം. ഇവിടെ വന്നാൽ ഉടൻ തന്നെ ഒരു പഴയ കോട്ടയുടെ നിശബ്ദത മനസ്സിൽ തട്ടും. ഒരു ഓപ്പൺ ഏരിയയുടെ ഇരുവശങ്ങളിലും കാണുന്ന ചെറിയ കല്ല് മുറികൾ ഒരിക്കൽ സൈനികരുടെ ഡേ ടു ഡേ ലൈഫിൽ നടന്നിരുന്ന സ്ഥലങ്ങളാണ്. ചില മുറികൾ വിശ്രമത്തിന്, ചിലത് ഭക്ഷണം സൂക്ഷിക്കാൻ, ചിലത് യോഗങ്ങൾ ചേരാൻ, ഒരു ചെറിയ മിലിറ്ററി വർക്ക്ഷോപ്പ് പോലെ. മതിലുകളുടെ കരുവാളി നോക്കുമ്പോൾ മഴയും കാറ്റും വർഷങ്ങളോളം തട്ടിക്കൊണ്ടുണ്ടാകുന്ന പഴക്കത്തെപ്പറ്റി അടയാളങ്ങൾ ഇന്നുപോലും കാണാം. എറിഞ്ഞു വീണ കല്ലുകൾ, തകർന്നു പോയ വാതിലുകൾ എല്ലാം ഈ പ്രദേശം ഒരിക്കൽ എത്ര ബിസിയായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞു തരും.